പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 4-ാം തിരുവചനത്തിലൂടെ കർത്താവ് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. ഈശോ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആണ് നമ്മൾ ഇപ്പോൾ കേട്ട ഈ തിരുവചനത്തിൽ അടങ്ങിയിരിക്കുക. ഇന്നലെ എന്നെ കർത്താവ് സ്നേഹിച്ചതുപോലെ ഇന്നും എപ്പോഴും വരും നാളുകളിലും ഈശോ സ്നേഹിക്കും എന്നതാണ് ഇതിൻ്റെ സാരാംശം. ആരും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. ശൈശവത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും മരണത്തിന് അപ്പുറം പോലും കർത്താവിൻ്റെ സ്നേഹം നമ്മളെ പിന്തുടരും എന്നുള്ള വലിയ സന്ദേശമാണ് ഇന്ന് നമുക്ക് ലഭിക്കുക. മുൻപ് ഉണ്ടായിരുന്നതുപോലുള്ള ആരോഗ്യം നമുക്കിപ്പോൾ ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ പല കാര്യങ്ങളും മാറിമറിഞ്ഞുവെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴും ഈശോ നമ്മളോട് പറയുന്നു, നിന്റെ ഏത് ജീവിതാവസ്ഥയിലും എൻ്റെ സ്നേഹം ഒരുപോലെയാണ്. കാരണം ഈശോ നമ്മളെ സ്നേഹിച്ചത് തൻ്റെ നിത്യമായ സ്നേഹത്താലാണ്. ആ നിത്യമായ സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ, പ്രതിസന്ധികളെ ചേർത്ത് വയ്ക്കാം. നര ബാധിക്കുമ്പോഴും നമ്മളെ തൻ്റെ ചുമലിൽ വഹിക്കുവാൻ ഓടി അണയുന്ന ഈശോ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.